എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള പഠനം ആരംഭിക്കുകയാണ്. പൗലോസും തിമോത്തിയോസും തമ്മിലുള്ള ബന്ധം വളരെ ആഴമായ ഒരു പിതൃപുത്ര ബന്ധം പോലുള്ള ഒരു ബന്ധമായിരുന്നു. പൗലോസ് ആയിരുന്നു തിമോത്തിയോസിന്റെ മെന്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ലേഖനങ്ങളിലും തിമോത്തിയോസിന്റെ ഒരു പരാമർശം മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു പാസ്റ്ററോട് എന്തായിരിക്കും പൗലോസ് ഒരു കത്തെഴുതി പറഞ്ഞത് എന്നുള്ളത് ശരിക്കും പാസ്റ്ററൽ എപ്പിസിൽസ് എന്ന് വിളിക്കപ്പെടുന്ന ലേഖനങ്ങളുടെ ഭാഗമാണിത്. അതായത് ശുശ്രൂഷകർ എങ്ങനെയായിരിക്കണം, എന്ത് പ്രസംഗിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളാണ് തിമോത്തിയോസിന്റെ ലേഖനങ്ങളിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം. 1-ാം വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. പിതാവായ ദൈവത്തെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് രണ്ട് വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, രക്ഷിതാവായ കർത്താവ് എന്ന് പറയുന്നതിന് പകരം രക്ഷിതാവായ ദൈവം, രക്ഷിതാവായ യേശു ക്രിസ്തു എന്ന് പറയുന്നതിന് പകരം രക്ഷിതാവായ ദൈവം എന്ന് പറയുന്നു. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ സേവിയർ ഈസ് ഗോഡ് എന്നുള്ളതാണ് അതിനർത്ഥം. അതായത് രക്ഷിതാവ് എന്നൊരാളെ വിളിക്കണമെങ്കിൽ ദൈവത്തെ മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഗോഡ് സേവ്ഡ് us എന്ന് പറയുന്നത്, ക്രൈസ്റ്റ് സേവ്ഡ് us എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വാക്യത്തിൽ കനിവ് എന്നുള്ളത് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കൃപയും സമാധാനവും, അതിന്റെ കൂടെ കനിവ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഈ സല്യൂട്ടേഷനിൽ പൗലോസ് ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ഉള്ളത് കനിവ് എന്ന് പറയുന്നത് ദൈവം നമ്മോട് കാണിക്കുന്ന കനിവ്, അതായത് കരുണ എന്നുള്ള അർത്ഥത്തിലാണ്. കൃപ എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ തേജസ്സിലേക്ക് നമ്മൾ നടക്കുന്ന ആ ഒരു ദൈവിക ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കനിവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വചനം പ്രസംഗിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നവരാണ്, ശുശ്രൂഷിക്കുന്നവരാണ്. നമ്മൾക്ക് ദൈവത്തിന്റെ ഒത്തിരി കനിവ് ആവശ്യമാണ്. കാരണം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് ഒത്തവണ്ണം യോഗ്യരല്ല ഈ പ്രസംഗിക്കുന്ന ശുശ്രൂഷിക്കുന്നവരാരും. അവരെല്ലാം ആ വഴിയിലോട്ട് ഓടുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാ ഇൻസ്ട്രക്ടേഴ്സും അവർ പഠിപ്പിക്കുന്ന സെക്ഷനിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു ഫിസിക്സ് ടീച്ചർ, അദ്ദേഹം പഠിപ്പിക്കാനുള്ള സിലബസിൽ എക്സ്പേർട്ട് ആയിരിക്കും. അതുപോലെ ഏത് രാഷ്ട്രീയ ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകളാണെങ്കിലും എല്ലാറ്റിനകത്തും പഠിപ്പിക്കാൻ സ്റ്റേജിൽ നിൽക്കുന്നയാള് ആ കാര്യത്തിൽ എല്ലാവരും എക്സ്പേർട്ട് ആയിരിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഈ ഒരു ലൈഫിന്റെ കാര്യത്തിൽ ആരും എക്സ്പേർട്ട് അല്ല. എല്ലായിടത്തും കർത്താവിന്റെ കരുണ ആവശ്യമാണ്. പ്രത്യേകിച്ചും പ്രസംഗിക്കുന്നവർക്ക് ദൈവത്തിന്റെ കനിവ് ആവശ്യമാണ്. കാരണം ദിസ് ഇസ് നോട്ട് സ്പോക്കൺ ഫ്രം ഹിസ് ലൈഫ്, ഗുഡ്നെസ് ഓഫ് ലൈഫ് ഓർ എനിത്തിങ്. ഇതൊന്നും അതിൽ നിന്നും വരുന്നില്ല. ഇത് കർത്താവ് കനിവ് കാണിച്ചാണ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഊന്നൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ദൈവത്തിന്റെ കനിവാണ് അവരെ മനുഷ്യരുടെ മുമ്പിൽ നിർത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുപോലെ ഇതൊരു ഇൻട്രഡക്ഷന്റെ ഭാഗമായിട്ട് പൗലോസ് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയും. അത് സാധാരണ എല്ലാ എപ്പിസിൽസിലുമുള്ള ഒരു സല്യൂട്ടേഷൻ ആയതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. നമുക്ക് 3-ാം വാക്യം മുതൽ ആരംഭിക്കാം. 3-ാം വാക്യം പറയുന്നു: അന്യത ഉപദേശിക്കരുത് എന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പൊ എഫെസോസിലെ സഭയില് എന്ത് ചെയ്യണം എന്നുള്ളത് പൗലോസ് തിമോത്തിയോസിനോട് പറയാണ്. അവിടെ ഒരു വലിയൊരു പ്രതിസന്ധി ഉള്ളത്, പലതരം മിടുക്കരായ പ്രസംഗകർ അവിടെ എത്തിയിട്ട് വിശ്വാസത്തിന് ഉതകാത്ത കാര്യങ്ങൾ, അതായത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ്സുകൾ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് അനേകം സ്റ്റഡി ക്ലാസ്സുകൾ അവിടെയൊക്കെ കാണാം. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നില്ല. അതായത് പലതും കെട്ടുകഥകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ് താൻ. ഇപ്പൊ നമുക്ക് ഓരോ വാക്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കെട്ടുകഥകൾ എടുത്തു വെച്ചിട്ട് സഭയുടെ ഈ വചനത്തിന്റെ അർത്ഥത്തെ നിസ്സാരമാക്കി മാറ്റാറുണ്ട്. അപ്പൊ അതുപോലെ ഈ കെട്ടുകഥകൾ വെച്ചും അതുപോലെ തന്നെ വംശാവലികൾ, അന്തമില്ലാത്ത വംശാവലികൾ ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കും. ഇപ്പൊ നമ്മൾ എന്ത് പ്രസംഗിക്കുമ്പോഴും ഒരു ശുശ്രൂഷകനോടുള്ള
ഒരു ദൂതായിട്ട് പൗലോസ് പറയുന്നത് എന്ത് പ്രസംഗിക്കുമ്പോഴും മറ്റൊരാളുടെ വിശ്വാസത്തിന് ഉതകുന്ന കാര്യങ്ങൾ വേണം പറയാൻ എന്നാണ്. വിശ്വാസത്തിന് ഉതകാതെ അവരുടെ അറിവ് ചീർപ്പിക്കുന്ന ഒരു അറിവിന് വേണ്ടി മാത്രം പ്രസംഗിക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഏത് ലേഖനത്തെക്കുറിച്ച് സംസാരിച്ചാലും, ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ സംസാരിച്ചാലും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസാരിക്കണം, അതല്ലാതെ വിശ്വാസത്തിന് ഉതകുന്നത് സംസാരിക്കണം, അതല്ലാതെ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ് ഇങ്ങനെ പറയുന്നതിനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു മോറൽ ഉപദേശത്തിലേക്ക്, അതാണ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്, ഒരു മോറൽ ഉപദേശങ്ങളിലേക്ക് നമ്മൾ വീണു പോകാനുള്ള സാധ്യത എപ്പോഴും മനുഷ്യനുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മോശമാകുമെന്നുള്ളത് കൊണ്ടല്ല, നമ്മുടെ ചുറ്റുമുള്ളവർ മോശമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ എപ്പോഴും ആൾക്കാർ കൊണ്ടുവരുന്നത്. ഞാൻ മോശമായി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആരും നിയമങ്ങൾ കൊണ്ടുവരുന്നില്ല. എൻ്റെ ചുറ്റുമുള്ളവരെ മോശമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ. കാരണം എനിക്ക് മറ്റുള്ളവരെ കുറിച്ചാണ് ഭാരം. അതുകൊണ്ട് അവര് നാളെ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ ക്രോഡീകരിച്ചു വെക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഡീസൻ്റ് ആണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കിപ്പോൾ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ജീവിക്കും. പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർ എനിക്ക് അത്രയും വിശ്വാസമില്ല. ഇനി അടുത്ത ജനറേഷനൊക്കെ വരുമ്പോഴേക്കും എല്ലാം തല്ലിപ്പൊളികളായിരിക്കും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവർ നേരെ നടക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുവാണ്. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ന്യായപ്രമാണം ഉണ്ടാകുന്നത്. ന്യായപ്രമാണമല്ല, ധർമ്മോപദേശങ്ങൾ ഉണ്ടാകും. ഇവിടെ പറയുന്നത് അന്യത ഉപദേശിക്കരുത്. അന്യത ഉപദേശിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഉപദേശിച്ച ഒരു വിശ്വാസമാർഗമുണ്ട്, ആ വിശ്വാസമാർഗത്തിന് വെളിയിൽ ഉപദേശിക്കരുത്. അതായത് ഫെയ്ത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപദേശമല്ലാതെ വേറൊരു രീതിയിലും ഒരു ഉപദേശവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. തിമോത്തിയോസിനോട് പറയുന്നത്, നീ എഫെസോസിൽ തന്നെ നിന്ന് ഇത് അവരോട് ആജ്ഞാപിക്കണം. സഭ നടത്തുന്നവരോട് നീ കർശനമായിട്ട് ആജ്ഞാപിക്കണം. എന്താണ് ഇത്? ഒരു കാരണവശാലും അവിടെ അന്യതാ ഉപദേശം ഉണ്ടാകരുത്. അന്യതാ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മോപദേഷ്ടാക്കന്മാർ എഴുന്നേക്കരുത് എന്നാണ്. അതായത് നിയമങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെ പഴയ നിയമ ജീനിയോളജീസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കെട്ടുകഥകൾ വെച്ചുകൊണ്ട്, സങ്കല്പിച്ചുണ്ടാക്കുന്ന കഥകൾ വെച്ചുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നവർ അവിടെ എഴുന്നേക്കരുത് എന്നുള്ളത് കൊണ്ട് ഇത് കർശനമായിട്ട് അവിടെ പഠിപ്പിക്കണമെന്ന് പറയുന്നു. അപ്പൊ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയിലേക്ക് അടുപ്പിക്കാത്ത എല്ലാം അനാഥമ ആണ്, അതായത് ദൈവികമല്ല, അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ലാതെ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥ. എന്നെ പലരും ഡിബേറ്റിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പൊ ഡിബേറ്റിന് വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിബേറ്റിനകത്ത് നമ്മൾ രണ്ട് മനുഷ്യരാണ് ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നത്. ഈ തമ്മിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും തോക്കാൻ വേണ്ടി ഡിബേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ പബ്ലിക് സ്പേസ്. ഇപ്പൊ പേഴ്സണലായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കാര്യം ബോധ്യമായി വന്നാൽ അന്ന് എൻ്റെ മുമ്പിൽ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ പബ്ലിക്കായിട്ട് നമ്മൾ ഒരു പൊസിഷൻ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാനിപ്പം ഒരു ദുരുപദേശത്തിനെതിരെ ഒരു ഡിബേറ്റ് നടത്തുകയാണ്. ഇപ്പൊ എൻ്റെ എതിരെ വരുന്ന ഒരാളുണ്ട്, ആൾ എന്ത് ചെയ്യാണ്? പബ്ലിക്കായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ സ്റ്റേറ്റ് ചെയ്യാണ്. പിന്നെ ഒരു കാരണവശാലും പുള്ളി ആ വിശ്വാസത്തിൽ നിന്ന് മാറും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാരണം. ഹി ഹാസ് ഐഡന്റിഫൈഡ് ഹിംസെൽഫ് ആസ് ആൻ അംബാസഡർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫെയ്ത്ത്. അത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീഡിയോയിലും ടി വിയിലും എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് പിന്നെ പിന്മാറാൻ സാധിക്കില്ല. അതാണ് അതിന്റെ കാരണം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സത്യോപദേശത്തെ തോപ്പിക്കാൻ വേണ്ടിയുള്ള പോയിന്റുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഈ പോയിന്റുകൾ അന്വേഷിച്ച് പുള്ളി ഈ ദുരുപദേശത്തിൽ ഭയങ്കര സ്ട്രോങ് ആവും. അങ്ങനെ ഒരാള് ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് പുഷ് ചെയ്യാൻ എപ്പോഴും ഈ ഡിബേറ്റിൽ ഇടപെട്ടവരൊന്നും ഒരിക്കലും അവർ ആ ഡിബേറ്റിൽ തോറ്റിട്ട് അയ്യോ ഞാൻ ചെയ്തത് ശരിയല്ല, തെറ്റാണ്, അയ്യോ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളുടെ ഭാഗമാണ് ശരി എന്നും പറഞ്ഞ് വന്നിട്ടില്ല. നമ്മൾ ശരിക്കും അവരെ ഒരു എക്സ്ട്രീമിലോട്ട് പുഷ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കണമെന്ന് പൗലോസ് തിമോത്തിയോസിനും പറയാനുള്ള കാരണം. അതിനൊരു അന്തമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അന്തമില്ലാത്ത വംശാവലികൾ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഇതിനൊരു എൻഡില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് സബ്മിറ്റഡ് ആകുന്നില്ല, കീഴടങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊസിഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ പുതിയ വാക്യങ്ങൾ സംഘടിപ്പിച്ചു തുടങ്ങും, പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങും. ഇതെല്ലാം നമുക്ക് നന്നാകാൻ വേണ്ടിയോ വിശദീകരിക്കപ്പെടാൻ വേണ്ടിയോ വിശ്വാസത്തിന് ഉതകാൻ വേണ്ടിയോ അല്ല, പിന്നെയോ മറ്റൊരാളുടെ ഡിബേറ്റിൽ തോപ്പിക്കാൻ വേണ്ടി അടുത്ത പോയിന്റുകൾ അന്വേഷിക്കുന്ന പരിപാടിയായിരിക്കും. ഈ ഒരു ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വചനം വായിക്കുന്നത് പോലും മറ്റുള്ളവർക്ക് രണ്ട് മറുപടി കൊടുക്കാൻ വേണ്ടി ആകുമെന്നുള്ളൊരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻഡ്ലെസ് ഡിബേറ്റുകളിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും,
വാട്സാപ്പിലായിരിക്കും, അവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. ഈ ഡിബേറ്റുകളിൽ ഇടപെടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ഓരോരുത്തരെ എക്സ്ട്രീം പൊസിഷൻസിലോട്ട് കൊണ്ടുപോയി അവരെ അവിടെ തളയ്ക്കും എന്നുള്ളത് കൊണ്ടാണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഉപദേശം നമുക്ക് പൗലോസും മറ്റ് ശ്രേഷ്ഠ അപ്പോസ്തലന്മാരും അവരുടെ ലേഖനങ്ങളിലൂടെ തന്നിട്ടുണ്ട്. ആ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തോട് തെളിവായി വരുന്ന ഒരു ഉപദേശ രൂപമുണ്ട്. ആ ഉപദേശ രൂപം എന്ന് പറയുന്നത് മാറാൻ പാടില്ല. അതെപ്പോഴും അങ്ങനെ തന്നെ എല്ലാവരുടെ ഇടയിലും സ്ഥിരമായി പ്രസംഗിക്കപ്പെടണം. ആ ഉപദേശ രൂപത്തിൽ അന്യത വേറൊരാളും ഉപദേശിക്കാൻ പാടില്ല. ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എഫെസോസിൽ താമസിച്ച് തിമോത്തിയോസ് ഒരു എഫേർട്ട് എടുക്കണം, ആൾക്കാരോട് ശക്തമായിട്ട് ആജ്ഞാപിക്കണം എന്ന് പറയുന്നു. കാരണം നെവർ ഡൈഗ്രസ്, നെവർ ഗോ അവേ ഫ്രം ദാറ്റ് ഫിക്സഡ് സ്ട്രെയിറ്റ് പാത്ത് ഫോർ എനി ചർച്ച്. ആ ഒരു ഇടുങ്ങിയ വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പൗലോസ് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ആജ്ഞാപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ അനുസരിക്കേണ്ടത് കൽപ്പനകൾ ഉള്ളതുകൊണ്ടല്ല, പിന്നെയോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഈ സ്നേഹം ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ ഒരിക്കലും കൽപ്പനകളിലൂടെ അല്ല സ്നേഹം ഉണ്ടാകുന്നത്. അതായത് ഒരു നല്ല മനസാക്ഷി ഉണ്ടാകുവാൻ, ശുദ്ധ ഹൃദയം ഉണ്ടാകുവാൻ വിശ്വാസമാണ് ആവശ്യം. ഇപ്പൊ ഫെയ്ത്തിലൂടെ നമ്മൾ എങ്ങോട്ട് പോകണം? ഈ ഒരു ശുദ്ധ ഹൃദയത്തിലേക്കും നല്ല മനസാക്ഷിയിലേക്കും നിർവ്യാജ വിശ്വാസത്തിലേക്കും പോകണം. ഓക്കെ, അങ്ങനെ ആ നിർവ്യാജ വിശ്വാസത്താൽ ഉണ്ടാകുന്ന സ്നേഹമാണ് ആജ്ഞയുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ നിന്നോട് മക്കദോന്യയിലേക്ക് പോകാതെ ഞാൻ മക്കദോന്യയിലേക്ക് പോകുമ്പോൾ നിന്നോട് എഫെസോസിൽ തന്നെ താമസിക്കണമെന്ന് നിർബന്ധിക്കാനുള്ള കാരണം ഇതാണെന്ന് പറയുന്നു. അവരിൽ ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഉളവാകുന്ന സ്നേഹം. അപ്പം ഈ സ്നേഹം ഒരാളിൽ ഉളവാകുക എന്നുള്ളതാണ് വിശുദ്ധീകരണത്തിന്റെ ഉദ്ദേശം. കുറെ കൽപ്പനകളെ അനുസരിച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പൊ നമ്മളൊരു കാര്യം ആലോചിക്കും. നമ്മുടെ ചർച്ചില് ഒരു ചർച്ചിൽ നല്ല വിശ്വാസി ആകണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മൂപ്പന്മാർ എഴുതി വെച്ച് കഴിഞ്ഞാൽ, അത് മനുഷ്യരാൽ സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, അത് വളരെ ലളിതമായ ഒരു മാനുഷികമായ ഒരു കാര്യമായിരിക്കും എന്ന് മാത്രമല്ല, അത്രയും അനുസരിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ ക്രിസ്തുവിൽ വളരണമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതായത് ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ സഭയിലെ നല്ല ആളാണ് എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കൽപ്പനകളാൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു നീതിയല്ല. അങ്ങനെ സ്ഥാപിക്കരുത്. അത് അങ്ങനെയല്ല വരേണ്ടത്. പിന്നെ എങ്ങനെയാണ് വരേണ്ടത്? വിശ്വാസത്താൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു നീതി ഉണ്ടാകണം. ഈ വിശ്വാസത്താൽ സ്ഥാപിക്കപ്പെടുന്ന നീതി എന്ന് പറയുന്നത് അത് ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന്, നല്ല സ്നേഹത്തിൽ നിന്ന് അനുസരിക്കുന്ന ഫെയ്ത്തിലൂടെ വരുന്ന ഒരു ഒബീഡിയൻസിലേക്ക് ആളുകൾ എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ധർമ്മോപദേശത്തിലേക്ക് പോകാതെ എന്ത് ചെയ്യണം? പത്യോപദേശം, അതായത് അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പത്യോപദേശത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസം റിയൽ ആണെങ്കിൽ, നിർവ്യാജമാണെങ്കിൽ, അത് തീർച്ചയായിട്ടും സ്നേഹത്തിൽ റിസൾട്ട് ചെയ്യും. സ്നേഹം അതിനകത്ത് രൂപപ്പെടും. നിർവ്യാജ വിശ്വാസത്തിൽ നിന്നാണ് സ്നേഹം ഉണ്ടാകുന്നത്. അത് ദൈവത്തോടുള്ള വിശ്വാസം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ മനുഷ്യരെ വിശ്വസിച്ച് നോക്കിയേ, ആ വിശ്വാസത്തിൽ നിന്ന് മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ. ദൈവത്തെ വിശ്വസിച്ച് നോക്കിയേ, ആ വിശ്വാസത്തിൽ നിന്നാണ് സ്നേഹം ഉണ്ടാകുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹത്തിലേക്ക് എത്തിക്കും. നമുക്ക് പരസ്പരമുള്ള സ്നേഹം, ഇനി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള സ്നേഹം വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്നാണ് ആ സ്നേഹം ശരിക്കും മെച്യൂർ ആകുന്നത്. അപ്പൊ നിർവ്യാജ വിശ്വാസത്തിൽ നിന്നും ശുദ്ധമായ ഒരു ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന, സംശയിക്കാത്ത ഒരു ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹമാണ് ശരിക്കും ക്രിസ്തീയ ആജ്ഞകളുടെ, ഉപദേശങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, ഇപ്പൊ ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ ഉപദേശങ്ങളെ കുറിച്ച് പറയുമ്പം, എന്റെ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ കർത്താവിനോട് സ്നേഹം ഉണ്ടാവണമെന്ന് മാത്രമാണ്. അല്ല ഇന്ന കൽപ്പനകൾ അനുസരിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണമെന്നുള്ളതല്ല. ആ സ്നേഹം ഉണ്ടാകുമ്പോൾ തന്നെ അനുസരണം ഉണ്ടാവും. ഇപ്പൊ ഒരമ്മ അധ്വാനിച്ചുകൊണ്ടിരിക്കുക, അപ്പം മകന് സ്നേഹം ഉണ്ടെങ്കിൽ പോയി ആരും ഒന്നും പറയേണ്ട കാര്യമൊന്നും, അവൻ അനുസരിക്കും അല്ലെങ്കിൽ സഹായിക്കും.
അപ്പോൾ അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ ആജ്ഞകൾ. നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് ഫിലിപ്പ് ഓർ എൻകറേജ്മെന്റ് ടു ഒബേ. അപ്പോൾ ഒരാളിൽ സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് കുറെ കൽപ്പനകൾ എഴുതി കൊടുക്കുമ്പോഴല്ല ഉണ്ടാകുന്നത്, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്തിലേക്ക് ഒരാൾ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൽപ്പനകളല്ല എന്ന് പറയുന്നത്. അതിനർത്ഥം കൽപ്പന വേണ്ട എന്നല്ല. ഈ കൽപ്പനയിലേക്ക് ഒരു മനുഷ്യൻ നടക്കുന്നത് അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൽപ്പന വേണ്ട എന്നല്ല, കൽപ്പനകളുടെ അനുസരണം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അനുസരണമായ സ്നേഹത്തിന്റെ അനുസരണം വരണമെങ്കിൽ ആളിൽ നിർവ്യാജമായ വിശ്വാസം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിയും. വെറുതെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് മാറും. അപ്പൊ കുറെ കഴിയുമ്പോൾ പത്യോപദേശം പ്രസംഗിക്കാൻ ഒരു സുഖമില്ലാതാവും. ഉദാഹരണത്തിന് ഞാനതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ചർച്ചില് പത്യോപദേശം സ്ഥാപിക്കപ്പെട്ടു എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇത് എല്ലാവരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അപ്പൊ നമ്മുടെ ചർച്ചിൽ വരുന്ന എല്ലാവർക്കും ഈ പത്യോപദേശം ഒന്നും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവണം നിർബന്ധമൊന്നും ആയിരിക്കില്ല. അത് നമ്മൾ ആ എഫേർട്ട്, എല്ലാവരിലും അത് എത്താൻ വേണ്ടിയുള്ള എഫേർട്ട് തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട്. പക്ഷേ കുറെ കഴിയുമ്പം ഇത് തന്നെ എങ്ങനെ പറയും? അപ്പൊ കുറച്ച് മോറൽ ഉപദേശങ്ങളിലേക്ക് നമ്മൾ തിരിയും. ഈ മോറൽ ഉപദേശങ്ങളിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അടിസ്ഥാനം ശരിക്കും വീണിട്ടില്ലെങ്കിൽ, അതായത് പത്യോപദേശത്തിന്റെ അടിസ്ഥാനം ശരിക്കും വീണിട്ടില്ലെങ്കിൽ ആളുകൾ ഈ മോറൽ ഉപദേശം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഉദാഹരണത്തിന് എപ്പോഴും ക്രൂശിനെ കുറിച്ചും ക്രിസ്തുവിന്റെ നീതി, ക്രിസ്തു എനിക്ക് പകരക്കാരൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണല്ലോ. അതിന് പകരം ഒരു ദിവസം മോഷണത്തെക്കുറിച്ചോ വ്യഭിചാരത്തെക്കുറിച്ചോ ഇത് ചെയ്താലുള്ള ദോഷത്തെക്കുറിച്ചോ പഴയ നിമിത്തം ഒരു കഥയൊക്കെ എടുത്തിട്ട് നല്ലപോലെ എന്ന് പറയുവാണെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്നും അല്ല ആളുകളുടെ ഇൻട്രസ്റ്റ്. എന്തായിരിക്കും എന്നറിയാം. കാരണം ഈ മോറൽ ടീച്ചിങ്ങിന് അതിന്റെ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് ഈ പറയുന്നത്. അതിനകത്തൊരു രസമുണ്ട്. ഈ എല്ലാ മോറൽ ടീച്ചിങ്ങിന് അവനവന്റെ കുറ്റം അല്ല പറയുന്നത്. ഒന്നുകിൽ ദാവീദിന്റെ കുറ്റം, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ്, അതുപോലെ നിങ്ങൾ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്ന പലരും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുത്തൻ വേറൊരുത്തനും നോക്കി ഇവനായിരിക്കും, ഇവന് ഉദ്ദേശമായിരിക്കും പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഈ മറ്റുള്ളവരുടെ കുറ്റം ആയതുകൊണ്ട് ഈ ധർമ്മോപദേശത്തിനകത്തൊരു എൻജോയ്മെന്റ് ഉണ്ട്. അല്ലെ, വെള്ള വസ്ത്രം ധരിക്കാത്തവരെ കുറിച്ച് ഒരു ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ TPM-കാരുടെ ചർച്ചിൽ പ്രസംഗിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ സ്മരിച്ചുകൊണ്ടാണ് അത് ഇരിക്കുന്നത് അവിടെ. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കണ്ടോ, ഇതാണ് അവരുടെ കുറ്റം, ഇതിങ്ങനെ പറയണം, പറയേണ്ടത് തുറന്ന് പറയണം, ഇങ്ങനെ പറയുന്ന ധൈര്യമുള്ള തൻ്റെ ഉള്ള പാസ്റ്റർമാർ വന്നാൽ ഇതൊക്കെ പറയുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ഈ മെത്രാന്മാരായിരിക്കുന്ന സമയത്ത് അവര്, ഞങ്ങൾ ഓർക്കുന്നില്ല, ഓർത്തഡോക്സ് കാരനായിരുന്നു ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ഏതൊരു മെത്രാനെ വിളിക്കും. മെത്രാനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ മെത്രാന്മാരുടെ വിശദീകരണം എന്ന് പറഞ്ഞത് ഈ ആൾക്കാർ ഡ്രസ്സ് ഇടുന്നൊക്കെയാണ്. അതെല്ലാവർക്കും വേറെ ഒന്നും അറിയാമേ. അപ്പൊ പൊതുവെ അവരങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാറ്. അപ്പൊ ആൾക്കാർക്കെല്ലാം പേടിയാണ്, എല്ലാം വെള്ള വസ്ത്രമൊക്കെ ഇട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ചെല്ലും. അപ്പോ അത് അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ആണ് ആകെ അന്ന് നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ അവരതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട്, അപ്പൊ ഇത് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബഹുമാനമാണ് അവരോട്. അതായത് ഈ നിയമങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കുമ്പോൾ നമുക്കൊരു രസമാണ്. അപ്പൊ അതിനകത്ത് രസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ രസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനകത്ത് ഒരു രസം തോന്നുന്നു. അതായത് നമ്മൾ എങ്ങനെ നന്നാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പോലെ ആകണം നിങ്ങളെല്ലാവരും കേട്ടോ എന്ന് പറയുന്ന അതിന്റെ ഒരു വേറെ രൂപമാണ് ഈ ധർമ്മോപദേശങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും അത് മറ്റുള്ളവരുടെ കുറ്റമാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ഈ വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലർ ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാനാക്കി. അതാണ്, അതായത് ധർമ്മം ഉപദേശിക്കുകയാണ്, ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ള പ്രമാണത്തിലേക്ക്. ഇതാണ് ധർമ്മോപദേശം. അപ്പൊ പത്യോപദേശം വിട്ടിട്ട് അവർ വൃഥാവാദിച്ചുകൊണ്ട് ധർമ്മോപദേശത്തിലേക്ക് തിരിയുന്നു. അപ്പൊ എന്തൊക്കെയായിരിക്കും വൃഥാവാദം? ഇപ്പൊ ഉദാഹരണത്തിന് വെള്ള വസ്ത്രം ധരിക്കുന്ന ഒരു നിയമം ആയിക്കോട്ടെ, ഒരു എക്സാമ്പിൾ. ഇത് മറ്റുള്ളവരുടെ കുറ്റം നമുക്ക് കേൾക്കാൻ രസമുണ്ട്, നമ്മളാരും ചെയ്യുന്ന പരിപാടിയല്ല. ഈ വെള്ള വസ്ത്രം ധരിക്കുന്ന ഇപ്പൊ ഒരാൾ സഭയെ പറയാണ്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നതാണ് എല്ലാവർക്കും നല്ലത്. നാളെ അടുത്ത പതുക്കെ നമുക്ക് എല്ലാവർക്കും വെള്ള വസ്ത്രം, ഇനി ഇല്ലാത്തവരൊക്കെ പോയി കടയിൽ പോയി വാങ്ങിക്കണം. അപ്പൊ വേറൊരാൾ ചോദിക്കാണ്, എന്തിനാണ് ഈ വെള്ള വസ്ത്രം? അപ്പൊ അയാൾ പറയാണ്, അത് ബ്രദറെ, ഞാൻ നോക്കിയപ്പം ചിലർ ഭയങ്കര കാശുള്ള നല്ല സൂപ്പർ വസ്ത്രമായിട്ട് വരുന്നു, വേറെ ചിലര് അത്രയൊന്നും നല്ല വസ്ത്രം അല്ലാതെ വരുന്നു. അപ്പൊ എല്ലാവർക്കും വെള്ള യൂണിഫോം ആണെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കും. എത്ര മനോഹരമായ ആർഗ്യുമെന്റ്. അതുപോലെ എന്താ പറയുന്നത്, ഈ സിമ്പിൾ ആയിട്ട് ജീവിക്കണം എന്നല്ലേ നമുക്ക് നല്ലത്.
അപ്പൊ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നേക്കാളും വെള്ള വസ്ത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിനകത്തൊരു സിംപ്ലിസിറ്റി ഉണ്ട്. കൊള്ളാം, പരിപാടി കൊള്ളാം, പക്ഷെ ഇത് ധർമ്മോപദേശമാണ്. ഇതൊരു മനുഷ്യനാണ് തീരുമാനിക്കുന്നത് അവൻ എന്തുമാത്രം സിമ്പിൾ ആയിരിക്കണം എന്നുള്ളത്. ഒരു നിയമം വെച്ചുകൊണ്ട് ഒരാൾക്ക് സിമ്പിൾ ആവാൻ പറ്റത്തില്ല. അവന്റെ സ്വഭാവം ശരിയാവാതെ അവൻ സിമ്പിളായിട്ട് എന്ത് കാര്യം? ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു സിമ്പിൾ പേഴ്സൺ ആണ് എന്ന് എനിക്ക് തോന്നിയാൽ പോരാ, എന്റെ ചുറ്റുമുള്ളവർക്ക് തോന്നണം. അതിന് വസ്ത്രം ശരിയാക്കിയാൽ പോരാ. ഈ വെള്ള വസ്ത്രം ഇട്ട് എത്രയോ കുറുക്കന്മാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് അറിയാം, ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ കാരണം ഒട്ടും സിമ്പിൾ അല്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ വെള്ളക്കകത്ത് കയറിയിട്ടുണ്ട്. ഒത്തിരി കോംപ്ലക്സ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. സിംപ്ലിസിറ്റി അല്ല. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ലളിതമായ ചിന്താഗതിയിൽ നിന്ന് വരുന്നതാണ്. അതായത് ലളിതമായ ചിന്തകൾ, ലളിത ജീവിതം, അതൊരു ജീവിത ശൈലിയാണ് സിംപ്ലിസിറ്റി. ലാളിത്യം എന്ന് പറയും. ഈ ലാളിത്യം വസ്ത്രധാരണത്തിലൂടെ മാത്രം വരുന്ന ഒന്നല്ല, നിർവ്യാജ വിശ്വാസത്തിൽ വരുന്ന സ്നേഹത്താൽ ഉളവാകുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പോകാതെ ഈ പുറമേ ഉള്ള ഒന്നിനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ലാളിത്യമുള്ളവരാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ലാളിത്യമല്ല, അതൊരു കഠിന ഹൃദയമാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. മറ്റുള്ളവർ അങ്ങനെ അല്ല എന്നുള്ളതിലാണ് നമുക്ക് കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ധർമ്മോപദേശം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഗുണം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, അത് വിശ്വാസികൾക്ക് യോഗ്യമല്ല ധർമ്മോപദേശങ്ങൾ. ഇപ്പം ഇവിടെ നമുക്ക് കുറച്ച് ധർമ്മോപദേശങ്ങൾ പറഞ്ഞു നോക്കാം. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കുന്നവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്ന ഇന്നതെന്നും അവർക്ക് അറിയാൻ വയ്യാന്നാണ് പൗലോസ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഏത് ദൈവിക കൽപ്പനയും വേണമെങ്കിൽ ധർമ്മോപദേശമായിട്ട് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ പത്യോപദേശമായിട്ട് അവതരിപ്പിക്കാം. ഉദാഹരണത്തിന് സ്നേഹം എന്ന കൽപ്പന നമുക്ക് ആദ്യം പത്യോപദേശമായിട്ട് പറയാം, പിന്നെ ധർമ്മോപദേശമായിട്ട് പറയാം. ഓക്കെ, പത്യോപദേശമായിട്ട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങളല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അവന്റെ എല്ലാ സ്വഭാവങ്ങളിലേക്കും കർത്താവ് നിങ്ങളെ നയിക്കും. അങ്ങനെ ക്രിസ്തു നിങ്ങളിൽ വളർന്ന് നിങ്ങൾ സ്നേഹത്തിൽ മുതിർന്ന് അതിന്റെ നീളവും വീതിയും ആഴവും എന്തെന്നറിഞ്ഞ് സ്നേഹമെന്ന സത്ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ, നിർവ്യാജ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, അതിൽ വളരണം. ധർമ്മോപദേശം അല്ല, പത്യോപദേശമാണ്. ഇതാണ് പത്യോപദേശം. പത്യോപദേശം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഫെയ്ത്തിനെ വർദ്ധിപ്പിക്കണം. ആ ഫെയ്ത്ത് വർദ്ധിച്ചാൽ മാത്രമേ നമ്മൾ സാങ്ക്ടിഫിക്കേഷനിലേക്ക് പോകും. ഇനി ധർമ്മോപദേശമായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി. നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കണം, നിങ്ങളുടെ ചുറ്റുമുള്ള അയൽക്കാരെ സ്നേഹിക്കണം, നിങ്ങളുടെ പറമ്പിലെ മാങ്ങ ആരെങ്കിലും പറിച്ചുകൊണ്ട് പോയാൽ അവനെ സ്നേഹിക്കണം. എവിടെ നിന്ന് വരും ഈ സ്നേഹം എന്നറിയില്ല. അങ്ങനെ വരണ്ടേ ഈ സാധനം? ഇതെവിടെ നിന്ന് വരും? സ്നേഹിക്കണം എന്ന് തോന്നിയാൽ സ്നേഹം ഉള്ളിൽ തോന്നണം, ആ വികാരം ഉള്ളിലുണ്ടാകണം. എവിടെ നിന്ന് വരും? മാനുഷിക സ്നേഹം മതിയോ? മനുഷ്യർക്ക് തോന്നുന്ന സ്നേഹം മതിയോ? അത് വളരെ നിസ്സാരമാണത്. അത് നമുക്ക് കുറച്ചു നേരം കാണും, കുറച്ചു നേരം കാണുകയല്ല. അപ്പൊ ദൈവികമായ സ്നേഹം എങ്ങനെയാണ് ധർമ്മോപദേശം കൊണ്ട് സ്ഥാപിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞ വിശ്വാസം വരണ്ടേ? ആ വിശ്വാസം വരണമെങ്കിൽ ഉപദേശം സ്ഥാപിക്കപ്പെടും. ആ നിർവ്യാജ വിശ്വാസമാണ്, അതിൽ ഉറച്ചു നിൽക്കണം. ഇതൊക്കെ പറയാം. പക്ഷേ നമ്മൾ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ടോ ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടോ ഒന്നും നമ്മൾ നീതിമാന്മാരാകുന്നില്ല എന്നാണ്. കാരണം അതിനുള്ള റിസോഴ്സ് നമുക്കില്ല, നമ്മൾ ആന്തരികമായി മാറുന്നില്ല. അപ്പൊ ധർമ്മോപദേശം എന്ന് പറയുന്നതിനകത്തുള്ളൊരു അപകടം എന്ന് പറയുന്നത് ഇത് പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രയോജനം ചെയ്യുന്നില്ല. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ള കൽപ്പനകളെല്ലാം ഭയങ്കര ഹൈയാണ്. കഴിഞ്ഞ ദിവസം എവിടെയോ ഞാനൊരു ഡിസൈപ്പിൾഷിപ്പ് പ്രസംഗം കേട്ടു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് തന്നെ ഞാനൊരു 10 വർഷം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അപ്പനെയും അമ്മയും സകലരേക്കാളും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കണം. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. നിനക്കുള്ളതെല്ലാം ത്യജിച്ച് നീ കർത്താവിന്റെ സുവിശേഷത്തിലേക്ക് ഇറങ്ങണം. ഈ ലോകത്തിൽ ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്, ഇത് പറയുന്ന ആളെ കുറിച്ച് കേൾക്കുന്നവരെന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയുകയാണ്, നിങ്ങൾ സകലതും ത്യജിച്ച് ക്രൂശും എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കേണ്ടത്? ന്യായമായിട്ടും ഈ മനുഷ്യൻ സകലതും ത്യജിച്ച് ക്രൂശും എടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോകുന്ന ആളാണ്. ഇയാൾ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെക്കാളെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണ്. ഇങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളോട്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? മനസ്സിലായി കാണാം. അതായത് ഇങ്ങനെയാണത്.
ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഭയങ്കര ഡിമാൻഡ് നിങ്ങളുടെ തലയിലോട്ട് വെക്കുമ്പോഴേക്കും നിങ്ങൾ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നത്? ഇപ്പം അജല് ഇവിടെ വന്നിട്ട് നിങ്ങൾ പറയാം, നിങ്ങൾ എല്ലാം വിട്ടിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ പുള്ളിയെ നോക്കും, ആ കൊള്ളാം, പുള്ളി എല്ലാം വിട്ടിറങ്ങിയാണ്. അത് തന്നെയാണ് നമ്മുടെ. പക്ഷെ അതെന്തായി? ഒരാളുടെ ധർമ്മത്തിലേക്ക് നമ്മൾ നടന്നു. ആ ധർമ്മം ആ മനുഷ്യനിൽ ഉണ്ടായത് എങ്ങനെയാണ്? അത് കർത്താവിലുള്ള വിശ്വാസത്തിലാണ്. നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നില്ല, പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതെല്ലാം കൂടെ വാരിപ്പറക്കി ഉപേക്ഷിക്കാൻ പോവാണ്. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അതാണ് അതിന്റെ പ്രശ്നം, ധർമ്മോപദേശത്തിന്റെ പ്രശ്നം. ഇത് ഒരു എൻഡ്ലെസ് വാദങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിയത് ഒരു നിർബന്ധത്തിന്റെ പേരിലാണ്. അതിൽ ഞങ്ങൾ 100% വിജയമൊന്നും ആയിരുന്നില്ല. ഒരു നിർബന്ധത്തിന്റെ പേരിലാണ് നടത്തിയത്. കാരണം ദൈവം നിർബന്ധിച്ചാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തുന്ന. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് തന്നെ അത് റിസോഴ്സസും തന്ന് നടത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നടത്തി. അതേസമയത്ത് ധർമ്മോപദേശമായിട്ട് പറഞ്ഞു നോക്കി, അന്ന് ഞാൻ ഈ കുഞ്ഞുങ്ങളെടുത്തു കഴിഞ്ഞപ്പം അന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചർച്ച് ഞങ്ങളോട് പറഞ്ഞു, ഇത് കുഞ്ഞുങ്ങളെടുത്ത് അവർ വിചാരിച്ചു ഞങ്ങൾ ഓർഫനേജ് തുടങ്ങാൻ പോകും. ഒരു കൊച്ച വീട്ടിൽ വന്നുള്ളൂ. അപ്പോഴത്തേനും ഓർഫനേജ് ആണെന്ന് അവർ ചിന്തിച്ചിട്ട് എനിക്കൊരു കത്ത് എഴുതി എന്നോട് പറഞ്ഞു, നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുത്, നിങ്ങൾക്കുള്ളത് തന്നെ ഞങ്ങൾ കഷ്ടിച്ചാണ് തരുന്നത്. അതിനിടയിൽ നിങ്ങൾ ഓർഫനേജും കൂടെ തുടങ്ങിയാൽ ഇതൊന്നും ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ അവർക്ക് റിപ്ലൈ കത്ത് എഴുതി. അന്നത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. ഓക്കെ, അന്ന് ചൂട് കൂടുതലാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 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 20 വർഷത്തിന് മുമ്പാണ്, 18 വർഷം മുമ്പാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 30 ആയിട്ടേ ഉള്ളൂ. അപ്പം ചൂട് നല്ല കൂടുതലാണ്. ഇപ്പൊ ഇത്തിരി തണുത്തതാണ്. ഓക്കെ, ഞാനൊരു കത്ത് എഴുതി. കാരണം എന്നോട് ദൈവം 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, നിന്നെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തതാണ്, നീ ഒന്നിനും കൊള്ളാതെ വഴി കിടന്നതാണ്. എനിക്കൊരു പുത്രൻ ഉണ്ടായിരുന്നു, ആ പുത്രൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് നിന്നെ ഞാൻ അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ശരിക്കും നിന്നോടുള്ള സ്നേഹം എന്താണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഈ കുഞ്ഞ് എങ്ങനെയാണ് സ്നേഹിക്കപ്പെടേണ്ടതെന്നും ക്ഷമിക്കപ്പെടേണ്ടതെന്നും നീ മനസ്സിലാക്കും എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു റിപ്ലൈ എഴുതി, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊരു അഡോപ്റ്റഡ് കുഞ്ഞുണ്ടെങ്കിലേ ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി. ഇത് ഓർഫനേജ് അല്ല, ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞൊരു കത്ത് തിരിച്ചു. പിന്നെ ഈ പ്രസംഗിക്കുന്നിടത്തെല്ലാം ഞാൻ ഈ പിള്ളേരുടെ കഥ പറയാൻ തുടങ്ങി. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടുണ്ടായ ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ധർമ്മോപദേശമായിട്ട് പലരും അത് സ്വീകരിച്ചു. ഞങ്ങൾക്ക് കുഞ്ഞിനെ വളർത്തണമെന്നായി. എൻ്റെ ഉള്ളിൽ അത് ഭയങ്കര ഭയമുണ്ടാക്കി. ഞങ്ങൾ തന്നെ തോറ്റിരിക്കുമ്പോഴാണ് ഇനി ഇവരുടെ കാര്യം വിളിയില്ലാതെ, കർത്താവ് തരാതെ, കർത്താവ് സമ്മതിക്കാതെ ഇതെല്ലാവരും കൂടെ ധർമ്മോപദേശമായിട്ട് എടുത്തിട്ട് ഞങ്ങളും കുറെ കുഞ്ഞുങ്ങളെ വളർത്താൻ പോകാമെന്ന് പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന ഉണ്ടായി. കാരണം ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി, കുറെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനോട് ഭയങ്കര ദേഷ്യമായി. അവൻ്റെ കയ്യിലിരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, പ്രായമായപ്പോഴേക്കും പിന്നെ പുറമൊഴി പൊട്ടിക്കാൻ തുടങ്ങി. ഏതാ ഈ വളർത്തിയ കൊച്ചിനെ. എന്നിട്ട് അവസാനം ഭയങ്കര പെയിൻ തോന്നിയിട്ട് അവർ ആ കുഞ്ഞിനെ വേറൊരു സെന്ററിലേക്ക് മാറ്റി. ലീഗൽ അഡോപ്ഷൻ ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അവർക്ക് ഭയങ്കര കുറ്റബോധം എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര പ്രശ്നമായത്. സ്വന്തം കുഞ്ഞുങ്ങൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ഈ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷെ കുറെ കഴിയുമ്പോൾ ഇവരുടെ തനിനിറം മനസ്സിലായി. എല്ലാവർക്കും ഒരു തനിനിറമുണ്ട്. പിള്ളേരായതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം രക്തമായതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്ന പോലെ ഈ രക്തമല്ലാത്തവരോട് നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കുക. അപ്പൊ നിങ്ങളെല്ലാവരും കുഞ്ഞിനെ വളർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അപ്പൊ ഏത് പ്രവൃത്തിയിലേക്കും വിശ്വാസം നമ്മളെ നയിക്കണം, ഏത് പ്രവൃത്തിയിലേക്കും കർത്താവ് നമ്മളെ നയിക്കണം. അതല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാം തകർന്നു പോവുള്ളൂ. നമ്മൾ ഇങ്ങനെ ധർമ്മോപദേശം കൊണ്ട് സ്ഥാപിക്കാൻ പറ്റുന്ന ഒന്നല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ. ക്രിസ്ത്യാനിറ്റി ഇസ് എസെൻഷ്യലി എ ന്യൂ മാൻ ലിവ്ഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്, ലിവ്ഡ് വിത്ത് ഹിസ് റിസോഴ്സസ്, ആൻഡ് ഇറ്റ് ഇസ് പ്യുവർലി എ ഡിവൈൻ തിങ്. അതൊരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല. ഇറ്റ്സ് പ്യുവർലി എ ഡിവൈൻ തിങ്. നമ്മൾ ജീവിക്കുന്ന ജീവൻ നമ്മുടെ അല്ല, ക്രിസ്തുവിൻ്റെയാണ്. ആ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നമ്മൾ നടക്കുവാൻ ഈ നിർവ്യാജ വിശ്വാസം ആവശ്യമാണ്. ആ വിശ്വാസത്തിന് ഉതകാത്തതൊന്നും ക്രിസ്തുവിലേക്ക് നയിക്കുന്നില്ല. അതുകൊണ്ട് ധർമ്മോപദേശം എന്ന് പറയുന്നത് അപകടം ചെയ്യുന്നത്, നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അവരെന്താ സ്ഥാപിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഞാനൊരു ധർമ്മോപദേശമായിട്ട് വിശുദ്ധിയെക്കുറിച്ച് പറയാം. ഒരു ധർമ്മോപദേശമായിട്ട് വിശുദ്ധി. ഇന്ന് പെന്തക്കോസ്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, യഥാർത്ഥ സാങ്ക്ടിഫിക്കേഷൻ മനസ്സിലാകാതെ പോകുന്നതിന്റെ ഒരു കാരണം അവര് ഈ സാങ്ക്ടിഫിക്കേഷനെ ധർമ്മോപദേശമാക്കുന്നതുകൊണ്ടാണ്. വിശുദ്ധീകരണത്തെ ധർമ്മോപദേശമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആരും വിശദീകരിക്കപ്പെടുകയില്ല. കാരണം വിശുദ്ധീകരണം നടക്കേണ്ടത് ആത്മാവിലാണ്.
ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് പുതിയൊരു ക്യാരക്ടർ ഉണ്ടാകാതെ നമുക്ക് വിശദീകരണത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇപ്പൊ വിശദീകരണം എന്നുള്ള ടീച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ സാധാരണ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ഒരിക്കൽ കൂടി പറയാം. ഒരു പ്രസംഗകൻ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. കേട്ടിട്ടുണ്ടോ ഈ ഭീഷണി? ഈ ഭീഷണി കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ഉടനെ സ്റ്റേജിൽ നിൽക്കുന്ന ആളുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമോ? പാസ്റ്റർ പറയും, ഞാൻ പോകും. കേട്ടിട്ടുണ്ടോ എത്ര പേരാ ധാർഷ്ട്യത്തോടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഈ ദേശത്ത് നിന്ന് സ്വർഗത്തിൽ പോകുള്ളൂ. അപ്പൊ ആരോ പറഞ്ഞു, പാസ്റ്റർ കാര്യം വേണേ പാസ്റ്റർ പറഞ്ഞു, ഭാര്യയുടെ കാര്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് ആരോ തിരിച്ചും പറഞ്ഞു. അങ്ങനെയാണല്ലോ, ശരിക്കും അങ്ങനെ തന്നെയാണ്. അത് ധാർഷ്ട്യത്തോടെയാണ് പല ആൾക്കാരും ഞാൻ സ്വർഗത്തിൽ പോകുന്നു പറയുന്നത്. അത് അവരുടെ ധർമ്മോപദേശത്തിന്റെയും വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പൊ നിങ്ങളോട് പറയാണ് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പൊ അപ്പുറത്ത് ഹൈപ്പർ ഗ്രേസുകാരുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് അവർ പറയുന്നില്ല. അപ്പൊ ഈ വിശുദ്ധി ജീവിതം നയിക്കണം നിങ്ങളോട് ഒരു ധർമ്മോപദേഷ്ടാ പറയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കണം, ഇതാണ് നമ്മൾ കേൾക്കേണ്ടിയിരുന്നത്, ഈ ഹൈപ്പർ ഗ്രേസ് ഒന്നും ശരിയല്ല, നമ്മൾ ഇതാണ് കേൾക്കേണ്ടിയിരുന്നത്. രണ്ടും തെറ്റാണ്. ഹൈപ്പർ ഗ്രേസ് എന്നുള്ള ഒരു എററിനെ കറക്റ്റ് ചെയ്യാൻ പോയിട്ട് ഇത് വേറെ വലിയൊരു എററിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ സ്വർഗത്തിൽ പോകും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ക്രിസ്തു വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ അയാളെ പോലെ ആയാൽ മതി. അതാണ് അതിനകത്ത് ഡേഞ്ചർ. കാരണം അയാൾ സ്വർഗത്തിൽ പോകും, നിങ്ങൾ പോകില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താ? യേശുക്രിസ്തുവിനെ പോലെ ആകാൻ നീ ജന്മത്തിൽ സാധിക്കില്ല. അങ്ങനെ ആയിട്ട് ആരും പോകാനും പോകുന്നില്ല, അങ്ങനെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ പിന്നെ ആരെ പോലെ ആയാൽ പോകാമെന്നാ ഈ പുള്ളി പറയുന്നത്. ഈ പുള്ളി പറയുന്നത് ഇയാളെ പോലെ ആയാൽ പോകാമെന്നാ. അപ്പോൾ ഹീസ് പ്രസന്റിങ് ഹിംസെൽഫ് ആസ് അനദർ ക്രൈസ്റ്റ്. ധർമ്മോപദേശത്തിലൂടെ ഒരാൾ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ ആണ് ക്രിസ്തു. അത്ര അപകടകരമാണ് ഈ ടീച്ചിങ്. അതായത് ധർമ്മോപദേശം പഠിപ്പിക്കുന്ന ഒരാൾ വിശ്വസിക്കുകയാണ് ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ബിക്കോസ് ഓഫ് മൈ ഗുഡ് ലൈഫ്, ബിക്കോസ് ഓഫ് മൈ സാങ്ക്ടിഫൈഡ് ലൈഫ്, ഐ എം ഗോയിങ് ടു ഗോ ടു ഹെവൻ. അപ്പം നിങ്ങൾ അവരെ പോലായാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. സോ ദേ ആർ ഓഫറിങ് ദെയർ ലൈഫ്. അവരുടെ ജീവിതം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് പറയാം, നോക്കൂ മക്കളെ, ഞാൻ എത്ര നല്ല ജീവിതമാണ് ജീവിക്കുന്നത്, ഇതുപോലെ നിങ്ങൾ ജീവിക്കൂ. അപ്പോൾ എനിക്കൊരു പുതിയ ക്രിസ്തുവിനെ കിട്ടി, പുതിയൊരു ഗുരുവിനെ കിട്ടി. അതൊരു മനുഷ്യനാണ്, വെറും മനുഷ്യനാണ്, പാപിയായ പച്ച മനുഷ്യൻ. എനിക്ക് ഭയങ്കര സൗകര്യമായി പോയി. കാരണം ഞാനും ഇയാളും തമ്മിൽ വലിയ ദൂരമില്ല. എനിക്ക് നീന്തിയാ ചെല്ലാവുന്ന ദൂരമാണ്. ദൈവത്തിന്റെ സഹായം ആവശ്യമില്ല. അപ്പോൾ ധർമ്മോപദേശം എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നത് ക്രിസ്തുവിനെ അല്ല, സ്ഥാപിക്കുന്നത് അതാത് പ്രസംഗകരെയാണ്. ഓക്കെ, ഇനി ക്രിസ്തുവിനെ സ്ഥാപിക്കണമെങ്കിൽ ഞാൻ മരിക്കണം, ഞാൻ ഇല്ലാതാകണം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു നീതിമാനായിട്ട് ഞാൻ പ്രസന്റഡ് ആകാൻ പാടില്ല. അങ്ങനെ പ്രസന്റഡ് ആയാൽ എൻ്റെ നീതി ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് വരും. എനിക്ക് അത്രയും നീതി ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മനുഷ്യ നീതി എന്ന് പറയുന്നത് എപ്പോഴും തെറ്റായ ഒരു പ്രവണതയിലേക്കും റോങ് വിശ്വാസത്തിലേക്കുമാണ് ആളുകളെ നയിക്കുന്നത്. ഇപ്പൊ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്, പാസ്റ്ററെ തിമോത്തിയോസെ, നീ ഒരിക്കലും ഈ വിശ്വാസത്തെ വിട്ട് സംസാരിക്കരുത്, ഭീഷണിയിലേക്ക് കടക്കരുത്. ഓക്കെ, ധർമ്മോപദേശം സ്ഥാപിക്കരുത്. പത്യോപദേശം പഠിപ്പിക്കുമ്പോൾ ധർമ്മോപദേശം അതിന്റെ പുറകെ ഉണ്ടാകണം. ഇത് കൽപ്പിക്കാൻ വേണ്ടി പൗലോസ് പറയാണ്, നീ എഫെസോസിൽ തന്നെ താമസിക്കണം, ആ സഭയിൽ ഇതൊരു അടിസ്ഥാനമായിട്ട് വരണം, അതല്ലാതെ അവിടുന്ന് പോകരുത് എന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ് ഈ വാക്യം. അപ്പൊ എഫെസോസിലെ സഭയോടും കൂടെയാണ് വേണമെങ്കിൽ ഈ ദൂതെന്ന് പറയാം. ആ സഭ എങ്ങനെ നടക്കണം, എങ്ങനെ തിമോത്തിയോസ് അതിനെ ലീഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെയാണ് ഈ ഭാഗം നമ്മളോട് പറയുന്നത്. ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. അതിന് കാരണമുണ്ട്. ഈ ധർമ്മോപദേശം പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫോളോവേഴ്സാണ്, ഒരു ഭയങ്കര ഇഷ്ടമല്ല. കാരണം ഒരു വിശുദ്ധന്മാരാണെന്നുള്ളൊരു ഇംപ്രഷൻ അവർ പറയാതെ തന്നെ പറഞ്ഞ് നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ധർമ്മോപദേഷ്ടാവിന്റെ പ്രസംഗം കേട്ടു നോക്കി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ട് ധർമ്മോപദേഷ്ടാക്കന്മാർ. നിങ്ങളത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരെത്ര നല്ലവരാ എന്ന് തോന്നൂലേ? ഉറപ്പായിട്ടും തോന്നും. തോന്നിപ്പിച്ചിട്ടേ അവർ ആ പ്രസംഗം അവസാനിപ്പിക്കൂ. അങ്ങനെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഈ ധർമ്മോപദേശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയാം. ഓക്കെ, ഈ ന്യായപ്രമാണം, ധർമ്മോപദേശം ആർക്കുള്ളതാണ് എന്നുള്ളതാണ് അടുത്ത വാക്യം പറയുന്നത്. അത് നീതിമാനുള്ളതല്ല, അധർമ്മികൾക്കുള്ളതാണ്. അപ്പൊ അധർമ്മികളോട് എന്ത് പറയണം? മര്യാദയ്ക്ക് ജീവിക്കടാ എന്ന് പറയണം.
ഒരു സിഗരറ്റ് എടുത്ത് ആത്മാവിന് പുക കൊടുക്കുന്നുണ്ട് പറയണ്ട, നീ തട്ടിപ്പോവും, നീ അത് എടുത്ത് കളാ എന്ന് പറയുന്നത്. അപ്പം അത് ആരോട് പറയുന്നതാണ്? നിങ്ങൾ എന്നോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു പാസ്റ്റർ ഏതോ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് താഴെ ഒരു കമന്റ് വന്നത്, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യഭിചാരം ചേരുന്ന എന്തുകൊണ്ട് പറയുന്നില്ല? അല്ല, അതെന്തിനാ പറയുന്നത്? അത് പറയേണ്ട ഒരു അവസ്ഥയിലാണോ നമ്മൾ? അങ്ങനെ ആകാതിരിക്കട്ടെ. ഇപ്പൊ വ്യഭിചാരം ഊടുപാടെ നടക്കുന്ന ഒരു സമൂഹത്തിൽ ചെന്ന് അത് പറഞ്ഞു, ഓക്കെ ചെയ്യരുത്. ഇത് നമുക്ക് അറിയാൻ മേലെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ആത്മാവുണ്ട്, കർത്താവുണ്ട്, അറിയാൻ മേലെ ഇതുപോലെ വലിയ ഭീകരമായ ഭാവമൊന്നുമില്ല. അറിയത്തില്ലേ? അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരോട് എന്ത് പറയേണ്ടി വരും? വ്യഭിചാരം ചെയ്യരുത് മക്കളെ എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? ഇപ്പൊ ഇത് കേട്ടിട്ട് പകുതി മുറിച്ച് കട്ട് ചെയ്തിട്ട് ആരെങ്കിലും പറയും, കണ്ടോ ചേസ് പാസ്റ്റർ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയരുതെന്ന് പറഞ്ഞെന്ന് പറയും. ഇതാണ് ഇതിന്റെ കുഴപ്പം. എന്താ പറഞ്ഞത്? ഒരു ആത്മാവ് ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഈ കൽപ്പനകൾ അവരുടെ ഹൃദയത്തിൽ വളരെ ആഴമായി പതിഞ്ഞിട്ടുള്ള കാര്യമാണ്. വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. എന്നാൽ നീതി ഇല്ലാത്തവൻ അങ്ങനല്ല, അധർമ്മികൾ അങ്ങനല്ല, നീതി കെട്ടവർ അങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ ഇങ്ങനൊരു ബോധമില്ല. അവരെ ഉപദേശിക്കാനുള്ളതാണ് ധർമ്മോപദേശം. അതായത് വ്യഭിചാരം ചെയ്യാനുള്ള പ്രവണതയുള്ളവരെ, അല്ലെങ്കിൽ എന്തുവാ, കൊലപാതകം ചെയ്യാൻ, മോഷ്ടിക്കാൻ, വഞ്ചിക്കാൻ മനസ്സുള്ള ആളുകളോട് പറയുന്നത് അരുത്, വഞ്ചിക്കരുത്, ദൈവത്തിന്റെ കോപം വാങ്ങിച്ചു വെക്കരുത് എന്ന് പറയുന്നത്. അതാണ് ധർമ്മോപദേശം. അപ്പൊ ധർമ്മോപദേശം നൽകപ്പെട്ടിരിക്കുന്നത് നീതിമാന് വേണ്ടിയല്ല, നീതി കെട്ടവർക്ക് വേണ്ടിയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ മോറൽ ഡോൺസ് ആരോടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നീതി ഇല്ലാത്ത കർത്താവിന്റെ ജീവനില്ലാത്ത ആളുകളോട് ഈ ദൈവത്തിന്റെ ശാപം വാങ്ങിക്കാതിരിക്കാനുള്ള മോറൽ മുന്നറിയിപ്പുകളാണ് അതെല്ലാം. ഓക്കെ. ന്യായപ്രമാണം നീതിമാനല്ല, അധർമ്മികൾ അവരോട് പറയാം ധർമ്മം ചെയ്യേ, അഭക്തർ ഭക്തി കാണിക്കേ, അനുസരണം കെട്ടവർ അനുസരിക്കടാ, ധർമ്മോപദേശമാണ്. പാപികൾ പാപം ചെയ്യരുത്, അശുദ്ധർ ശുദ്ധരായി ജീവിക്കൂ, ബാഹ്യന്മാർ പിതൃഹന്താക്കൾ മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും. അപ്പൊ ആരോടാണ് ധർമ്മോപദേശം പറയേണ്ടത്? ഈ വക ആളുകളോടാണ് നിങ്ങൾ ധർമ്മോപദേശം പ്രസംഗിക്കേണ്ടത്, സഭയ്ക്കകത്തല്ല. ഓക്കെ. അപ്പൊ പാപം ചെയ്യുന്ന സഭയ്ക്കകത്ത് പറയരുതോ? തീർച്ചയായിട്ടും പറയാം. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫെയ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് വിശ്വാസത്തിൽ നിന്ന് വരുന്ന ജീവനെ ഉപദേശിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. പാപം ചെയ്യരുത്, കാരണം എല്ലാം പാപമാണ്. ഓക്കെ. പാപം ചെയ്യരുതെന്നുള്ള കൽപ്പന പോലും നമ്മൾ സൂക്ഷിച്ചു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് പാപം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാപമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനകത്തും പാപമുണ്ട്, ലക്ഷ്യം തെറ്റുന്നുണ്ട്. ക്രിസ്തു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. അപ്പൊ എല്ലാ എലമെന്റിലും എന്തുണ്ട്? സിൻഫുൾനെസ് ഉണ്ട്. ഓക്കെ. ഇനി പാപം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മോറൽ കമാൻഡ്മെന്റുകളാണ്. മോറൽ കമാൻഡ്മെന്റുകൾ ലംഘിക്കരുത്. അത് നമുക്ക് ചെറുപ്പകാലം തൊട്ടേ കിട്ടുന്ന ഒരു ഉപദേശമാണ്. ഇനി ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരോട് തീർച്ചയായിട്ടും ധർമ്മോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇഫ് സമ്മൺ ഈസ് സിൻഫുൾ, ഇഫ് സമ്മൺ ഈസ് ഡൂയിങ് കമ്മിറ്റിംഗ് സിൻ, സിൻഫുൾ എന്നുള്ളതല്ല, കമ്മിറ്റിംഗ് സിൻ, ഹി ഹാസ് ടു ബി പ്രിവെന്റഡ്. ഓക്കെ. അപ്പോൾ മോറൽ ടീച്ചിങ്ങിന് പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. ന്യായപ്രമാണം കൊണ്ട് പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. അത് ഈ വകക്കാർക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ പ്രയോജനമുണ്ട്. നമ്മുടെ ഇടയിലുള്ള ആർക്കും ഈ ന്യായപ്രമാണം അങ്ങനെ ഒരു പ്രയോജനത്തിലേക്ക് വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത്. കാരണം നിങ്ങളോട് ആരോടും കൊല ചെയ്യരുത് കേട്ടോ, മോഷ്ടിക്കല്ലേ എന്നൊന്നും പറയാൻ ഇടവരുത്തരുത് കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിലായത്? ഈ ധർമ്മോപദേശം നിങ്ങളോട് ആരോടും പറയാൻ ഇടവരുത്തരുത്. എങ്ങനെയുണ്ട് ഇപ്പൊ? കറക്റ്റായിട്ട് വ്യക്തമായില്ലേ? ആരെയും വിളിച്ചിട്ട് ചുമ്മാ ബഹളം ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറയാൻ ഇടവരരുത്. ഇപ്പൊ ചില സമയത്ത് സഭയിൽ മോറൽ ഉപദേശം കൊടുക്കേണ്ടി വരാറുണ്ട്. നിങ്ങളെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തേ എന്ന് പറയേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടാണ്? ബോധമില്ലാതെ കുറെ ആൾക്കാർ ഫോൺ ഓൺ ചെയ്ത് അതിനകത്ത് പോയിരിക്കും. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ബോധം ഇല്ലാത്തവരോട് ഉപദേശിക്കേണ്ടതാണ് എന്ത്? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, സൗണ്ട് ഇടിക്കുക, അല്ലെങ്കിൽ റിംഗ് ടോൺ കേൾക്കാം പ്രസംഗത്തിനിടയിലൊക്കെ. ഓക്കെ. അപ്പൊ എന്റെ പോയിന്റ് എന്താണെന്നറിയും, ഇങ്ങനെ പലപ്പോഴും റിംഗ് ടോൺ നമ്മുടെ ഇടയിലും കേൾക്കാറുണ്ട്, സഭയിലും കേൾക്കാറുണ്ട്. അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, ഇവർക്ക് ബോധമായി കാണും, കണ്ടോ സഭയുടെ നടുക്ക് വെച്ച് അടിച്ചല്ലോ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അവര് അത് ഓർക്കും. ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. പറഞ്ഞില്ലേ, പറയാതെ നോക്കാം. ഞാനൊന്നും പറയാറില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അത് പറയുന്നത്, അല്ലേ?
അതുപോലും കേട്ടിട്ടുണ്ടാവില്ല. ചർച്ചിൽ എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഓണ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, പാപം സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കാണുന്നവന്റെ ഉള്ളില് കേക്ക് ബോധം ഉണ്ടാവും. ഇത് ആരുടെ ഫോണാണോ അടിക്കുന്നത് അവർക്കൊരു ബോധം ഉണ്ടാവുമല്ലോ, ഉണ്ടാവണ്ടേ ന്യായമായിട്ടും. എൻ്റെ ഫോൺ ഇതിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഇത് നാളെ തൊട്ട് ഓഫ് ചെയ്ത് വെക്കണം എന്ന് അവരവർക്ക് തോന്നുമ്പോഴല്ലേ അതിനകത്തൊരു ഒരു പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഒരു മനോഹരത്വം. പക്ഷെ മിക്കവാറും ആൾക്കാർക്ക് അത് മനസ്സിലാകാറില്ല. അങ്ങനെ വരുമ്പം പറയേണ്ടി വരുവാണ്. അപ്പൊ അനുസരണം കെട്ടവരോടാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഈ മോറൽ ടീച്ചിങ് ഇപ്പോഴും പറയേണ്ടി വരുന്നത്. നിവൃത്തി ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആ ഒരു വെളിപ്പാടല്ലാതെ ഒന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മോറൽ ടീച്ചിങ് പറയാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. എന്നോട് പലരും ആദ്യകാലത്ത് ചോദിക്കുമായിരുന്നു, ഇതൊക്കെ എന്താ പറഞ്ഞു കൊടുക്കാത്തത്, ഇതൊക്കെ പറയണ്ടേ, പ്രസംഗിക്കണ്ടേ, അല്ല എങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാവും? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, അവൻ തന്നെയാണ് നമ്മുടെ നിയമം. അങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ചെങ്കിൽ എത്ര മനോഹരമായി. ഞാൻ അതുകൊണ്ടാണ് ഈ മോറൽ ഉപദേശങ്ങളിലേക്ക് പോകാത്തത്. നിങ്ങൾ ഇത്രയും പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിരുന്നു, മോറൽ ഉപദേശങ്ങളിലേക്ക് പോകാതെയാണ് ഞാൻ പ്രസംഗിച്ചത്. പക്ഷെ അത് മോറാലിറ്റി തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ മോറാലിറ്റി അല്ല, കർത്താവിന്റെ മോറാലിറ്റിയാണ്. ആ കർത്താവിന്റെ മോറാലിറ്റി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ആണ് നമ്മുടെ ജീവൻ എന്നൊരു കൺഫെഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തി നോക്കി. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ്, ഞാനല്ല, ക്രിസ്തു ആണ് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. പിന്നെ ഏത് മനുഷ്യനാണ് വ്യഭിചാരം ചെയ്യാൻ പോകുന്നത്? ആർക്കും പറ്റത്തില്ല. അത് ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ ആ കർത്താവിൽ ജനിച്ചവർക്ക് ആർക്കും പാപം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് യോഹന്നാൻ പറയുന്നത്. കർത്താവിൽ ജനിച്ചവൻ എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ യു എക്സർസൈസ് യുവർ ഫെയ്ത്ത്, ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ യു. ആ ക്രിസ്തു പാപം ചെയ്യാൻ പോകുമോ? ഇല്ല, ഒരു നാളുമില്ല. അപ്പോൾ വെൻ യു കൺഫസ്, വെൻ യു ആർ ഇൻ ഫെയ്ത്ത്, ക്രൈസ്റ്റ് ഈസ് ഇൻ യു. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. അവൻ ആരും പാപം ചെയ്യുന്നില്ല. എപ്പോഴാ? ഇൻ ഫെയ്ത്ത്, വെൻ യു നോ ക്രൈസ്റ്റ്. ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് സ്ലിപ്പ് ആകുമ്പോഴാണ് പാപം ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഫെയ്ത്തിൽ പഴയ മനുഷ്യനാണ് പാപം ചെയ്യുന്നത്. ന്യൂ മാൻ നെവർ സിൻസ്. ഓക്കെ, ക്രിസ്താനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ പാപം ചെയ്യുന്നില്ല. നമ്മുടെ പഴയ ജഡമാണ് പാപത്തിലേക്ക് തള്ളിവിടുന്നത്. ന്യായപ്രമാണം അവനുള്ളതാണ്. നമ്മുടെ വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കേണ്ടവരാണ്. ബൈ ഫെയ്ത്ത് വി ലീവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ അവിടെ ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതെങ്കിൽ നമ്മൾ ധർമ്മോപദേശങ്ങളാലല്ല, പിന്നെയോ പഥ്യോപദേശങ്ങളിലാണ് നടത്തപ്പെടുന്നത്. ഈ പഥ്യോപദേശങ്ങളാൽ നടത്തപ്പെടുന്ന ഒരാൾക്ക് ധർമ്മോപദേശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇൻക്ലൂസീവ് ആണ്. പക്ഷെ അത് ഫ്രൂട്ട് ഓഫ് പഥ്യോപദേശം. ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ട് എന്നുള്ള വെളിപ്പാടിൽ നിന്നാണ് എൻ്റെ നീതി ഉണ്ടാകുന്നത്, വിശുദ്ധി ഉണ്ടാകുന്നത്. കാരണം ഹി ഈസ് മൈ റൈച്ചസ്നെസ് ആൻഡ് ഹി ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ. ഇതൊരു ഹയർ റൈച്ചസ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കുറച്ച് പൈസ സമ്പാദിച്ച് ബാങ്കിൽ ഇടാൻ പോവാണ്, ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ പറ്റും? പറ്റില്ല. യു കാണ്ട്. ആ സമയത്ത് കുറച്ചു നേരത്തേക്ക് ക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഞാൻ ചേസ് ആയിട്ട് മാറി. ഒരു നിമിഷം കൊണ്ട് ക്രിസ്തുവിനെ വേണ്ട, ആ നിമിഷം ഞാൻ വെറും വൃത്തികെട്ട മനുഷ്യനായിട്ട് മാറും. ദിസ് ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്. ഈ ക്രിസ്തു എൻ്റെ ജീവനായ ക്രിസ്തു, എൻ്റെ പകരക്കാരനായ ക്രിസ്തു, എൻ്റെ ജീവനായ ക്രിസ്തുവാണ് എന്നിൽ ഈ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, പതുക്കെ ആത്മാവ് ഒരിക്കലും എന്നെ വിട്ടുപോകാതെ എന്നെ നടത്തുന്നതുകൊണ്ടാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ ഞാൻ എക്സ്പീരിയൻസ്. ഇറ്റ്സ് നോട്ട് because there is any law to control me. Instead, the love of Christ compels me and controls me എന്നുള്ളതാണ് ശരിക്കുമുള്ള സ്നേഹത്തിൽ നിന്നൊഴിവാകുന്ന, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ നിന്നൊഴിവാകുന്ന അനുസരണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, അനുസരിക്കുന്നവർ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്. സത്യത്തിൽ സംഗതി ശരിയാണ്. പക്ഷെ ശരിയാണ്, അനുസരിക്കാത്ത ആര് സ്വർഗത്തിൽ ഉണ്ടാവില്ല. പക്ഷെ എന്താണ് അനുസരിക്കേണ്ടത്? അവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ കണ്ണു ചൂടുന്നൊരു തെരഞ്ഞു കളയണമെന്നാണോ ധർമ്മോപദേഷ്ടക്കാര ഉദ്ദേശിച്ചത്? നിങ്ങൾ ഒരു കരണം തെളിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന അനുസരണമാണോ ഉദ്ദേശിച്ചത്?
നിങ്ങളുടെ സ്വത്തെല്ലാം മറ്റു ദരിദ്രർ കൊടുത്തിട്ട് കർത്താവിന്റെ പിന്നാലെ പോകണം എന്ന് പറഞ്ഞ അനുസരണമാണോ ഉദ്ദേശിച്ചത്? എന്തനുസരണം ഉദ്ദേശിച്ചത്? അതറിയത്തില്ല. അനുസരിക്കണമെന്ന് മാത്രം അറിയാം. ഇതും ധർമ്മോപദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരോട് ചെന്നിട്ട് ചോദിക്കുക. നമ്മുടെ സഭയിൽ ഒരു സഹോദരൻ ഇന്ന് വന്നിട്ട് ഇതിനകത്തുണ്ടോന്ന് അറിയില്ല. അദ്ദേഹം ഇവിടെ അല്ല, ഇന്ത്യക്ക് വെളിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഇദ്ദേഹം ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞു കർത്താവിന്റെ സുവിശേഷത്തിൽ നിന്ന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും സാക്ഷ്യം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രബോധിപ്പിക്കേണ്ട, ക്രിസ്തുവിന്റെ പ്രബോധനം അത് നടക്കൂല, വിട്ടതാണ്. പണ്ടേ നമ്മളെ ഫീൽഡ് വിട്ട് പോയതാണ്. യേശു ക്രിസ്തുവിന്റെ ആ ലെവൽ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ധർമ്മോപദേശത്തിന്റെ ലെവലിലേക്ക് താണു വരാം. അപ്പോ ചേസ് ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആ പാസ്റ്റർ ചെയ്യുന്ന സൽപ്രവൃത്തികൾ അനുസരിക്കും മക്കളെ, ഞാൻ ചെയ്ത പോലെ ജീവിക്കുക. ഇത് ക്രിസ്തുവിന് പകരം വികലമാക്കപ്പെട്ട മനുഷ്യത്വത്തെ ക്രിസ്തുവാക്കി മാറ്റുന്ന അബോമിനേഷനാണ്. അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ, ശൂന്യമാക്കപ്പെടുന്ന മ്ലേച്ഛതയാണ് നമ്മളെ തന്നെ നീതിയുടെ എക്സാമ്പിൾസ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വി ആർ നത്തിങ് ടു ക്ലെയിം ഓർ ബോസ്റ്റ് അതർ ദാൻ ക്രൈസ്റ്റ് ലീവ്സ് ഇൻ. ക്രിസ്തുവിന് വസിക്കുന്നുള്ളതല്ലാതെ വേറെ ഒരു നന്മയെക്കുറിച്ചും ബോസ്റ്റ് ചെയ്യുവാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും ജനിച്ചൊരുത്തൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ദ ന്യൂ മാൻ നെവർ സിൻസ്. ബൈ ഫെയ്ത്ത് വി ലിവ് ദാറ്റ് ലൈഫ്. വിശ്വാസത്താൽ ഒരിക്കലും പാപം ചെയ്യാത്ത പുതിയ മനുഷ്യനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് പാപത്തെ തോൽപ്പിക്കുന്നത്, അല്ല നിയമങ്ങൾ വെച്ചിട്ടില്ല. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറയാണ്, നീ ഒരിക്കലും ധർമ്മോപദേശത്തിലേക്ക് തിരിയരുത്, ഭയങ്കര അപകടമാണ്, അത് ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ളതാണ്. സഭയിൽ പിന്നെ ദുഷ്ടന്മാരല്ലല്ലോ വരുന്നത്, വീണ്ടും ജനിച്ചവരാണല്ലോ വരുന്നത്. അപ്പൊ അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എങ്കിൽ പോലും ചിലരെ ശാസിക്കേണ്ടി വരുന്നുണ്ട്, ചിലരെ ധർമ്മോപദേശം തന്നെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് പിന്നീട് കാണുന്നുണ്ട്. അത് വ്യക്തിപരമായിട്ട് ചില ആൾക്കാരെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ധർമ്മോപദേശം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ചില ആൾക്കാർ വിചാരം ചെയ്യുന്ന സഭയ്ക്കകത്ത് ഒന്നും കൂടാന്നില്ല. അവരെ നമ്മൾ ധർമ്മോപദേശം തന്നെ പറയും. അവർ രക്ഷിക്കപ്പെട്ടതാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. വ്യഭിചാരം ചെയ്യുന്ന ഒരാൾ രക്ഷിക്കപ്പെടും. പണ്ടൊരാൾ രക്ഷയുടെ നിത്യതയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ഒരാളോട് ചോദിച്ചു, ഒരു സുശേഷകനോട് ചോദിച്ചു. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ആളാണ്, വ്യഭിചാരം ചെയ്യുകയാണ്, വ്യഭിചാരത്തിന്റെ കർമ്മത്തിൽ തന്നെ അയാൾ ചത്തുപോയി, മാനസാന്തരപ്പെട്ടില്ല, അയാൾ സ്വർഗത്തിൽ പോകും. അദ്ദേഹം വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നു, ശരിക്കും രക്ഷിക്കപ്പെട്ടാണെ പോകുന്നു. പക്ഷെ ചോദ്യം അതല്ല. ഈ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പാപം രക്ഷിക്കപ്പെട്ട ആള് അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരാൾ വീണുപോയാൽ അവനെ ദൈവം മടക്കി കൊണ്ടുവന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ മടക്കി കൊണ്ടുവരാതെ അവനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും പോവുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലാതെ ഈ ഒരു കർമ്മത്തിൽ പിടിച്ചവൻ അല്ലെങ്കിൽ കർമ്മത്തിൽ മരിച്ചവൻ സ്വർഗത്തിൽ പോകുന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം അങ്ങനെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ വെറും പാവികളായിട്ടിരിക്കുന്നു, ദൈവം നമ്മളെ നീതീകരിക്കുന്നു. അപ്പൊ നീതീകരണത്തിന്റെ പൊസിഷനാണ് കൃപയുടെ പൊസിഷനിൽ നമ്മൾ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ സ്വർഗം എനിക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്നു. ഇനി അടുത്തത് തേജസ്കരണമാണ്. തേജസ്കരണം കുറച്ച് ദൂരെ ഇരിക്കുകയാണ്, എൻ്റെ മുമ്പിൽ കുറച്ച് ദൂരെ ഇരിക്കുകയാണ്. എൻ്റെ മൈൻഡ് കൊണ്ട് നോക്കുമ്പോൾ ഓക്കെ, സ്വർഗത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഓക്കെ, ബട്ട് എൻ്റെ മൈൻഡ് കൊണ്ട് നോക്കുമ്പോൾ എൻ്റെ തേജസ്കരണം കുറെ ദൂരെയാണ്. പക്ഷെ അങ്ങോട്ട് കടക്കുന്ന ഒരു പാലമുണ്ട്, അത് വിശുദ്ധീകരണമാണ്. ഓക്കെ, ഇത് മൂന്നും കൂടെ ഒരു ഒറ്റ പാക്കറ്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ട് സെപ്പറേറ്റ് ഐലൻഡുകളല്ല. ഇന്ന് മിക്കവാറും ഉപദേശങ്ങളിലെല്ലാം പ്രോബ്ലം എന്ന് പറയുന്നത്, ആദ്യത്തെ ഐലൻഡിൽ ഒരുത്തും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചാട്ടമാണ് എങ്ങോട്ട്, കർത്താവ് വരുമ്പോൾ പോകുമോ? അതാണ് ചോദ്യം. സഹോദരങ്ങളുടെ ചോദ്യമേ അതല്ല. നിങ്ങൾ ക്രിസ്തുവിനെ പ്രാപിച്ചോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ക്രിസ്തുവിനെ ലഭിച്ചോ? ക്രിസ്തുവിനെ നേടിയോ? പരിജ്ഞാനത്തിലെത്തിയോ? അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആ ഒരു വിശുദ്ധീകരണത്തിലേക്ക് കടന്നോ? ഇതാണ് ചോദ്യം. അല്ല സ്വർഗത്തിൽ പോയെന്നുള്ളൊരു ചോദ്യമേ അല്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. അപ്പൊ വീണ്ടും ജനിച്ച ഒരാളെ സംബന്ധിച്ച് അവരുടെ ചോദ്യം ഒറ്റ ചോദ്യമേ ഉള്ളൂ, ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ സാരാംശം. ഓക്കെ, ആ സ്വർഗത്തിൽ പോകും, ഉറപ്പായിട്ടും പോകും. എന്തുകൊണ്ട് പോകും? അവനെ രക്ഷിച്ചിരിക്കുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്നും കൂടെയാണ്. സോ therein lies the sanctification. We are saved from the power of sin. If you are again and again succumbing to such sins, വീണ്ടും വീണ്ടും പാപങ്ങളിലേക്ക് വീഴുകയാണെങ്കിൽ, the first question is, ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. If you are genuinely born again, you will be genuinely sanctified and you will be glorified. ഇതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്.
രക്ഷ ഒരിക്കലും പിന്മാറി നിൽക്കുകയല്ല, എപ്പോഴും ഇംപ്ലിമെന്റഡ് ആണ്. സാൽവേഷൻ ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ അവർ ലൈഫ്സ്. ഇറ്റ്സ് എ പ്രോജക്ട് വിച്ച് ഗോഡ് ഇംപ്ലിമെന്റ്സ് ഇൻ അസ്. ഓക്കെ, അപ്പോൾ അതിന്റെ പകുതി ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഒരിക്കൽ കൺഫസ് ചെയ്തവരല്ല എന്ത് ചെയ്താലും സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് വ്യാജമായ സാൽവേഷൻ ആണ്. ദാറ്റ്സ് പ്യുവർലി ഫേക്ക്. ഒരു മനുഷ്യൻ ഏതെങ്കിലും സദസ്സിൽ നിന്ന് കൈപൊക്കിയെന്നു കൺഫസ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഇറ്റ് കനോട്ട് ബി ജെനുവിൻ സാൽവേഷൻ അൺടിൽ ഹി ഈസ് സാങ്ക്ടിഫൈഡ് ആസ് വെൽ. കാരണം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി പ്രസന്റ് ചെയ്യപ്പെടേണ്ടതിനാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു അന്ത്യം വരെ നിലനിൽക്കുമോ? തീർച്ചയായിട്ടും നിലനിൽക്കും. പക്ഷേ ദ പ്രോബ്ലം ഈസ് സാങ്ക്ടിഫിക്കേഷൻ. ഓക്കെ, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പാക്കേജാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ജെന്യുവിൻ ആയിട്ടൊരു സാൽവേഷൻ അല്ല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ്. യു ആർ ഡിസീവ്ഡ് ബൈ എ ഫോൾസ് ഗോസ്പൽ ഓർ ഫോൾസ് ഇമോഷൻസ്. സാങ്ക്ടിഫിക്കേഷൻ എന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ജസ്റ്റിഫിക്കേഷൻ ലഭിച്ചു, അതായത് നീതീകരണം ലഭിച്ചു, പാപത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ നിങ്ങൾക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നില്ല. എന്നാൽ പിന്നെ സ്വർഗം ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് റിസീവ്ഡ് സംതിങ് വെരി ഫേക്ക്, സംതിങ് കൗണ്ടർഫീറ്റ്, സംതിങ് ദാറ്റ് ലുക്സ് ലൈക്ക് സാൽവേഷൻ. യഥാർത്ഥ രക്ഷയുടെ അടയാളം, പ്രധാന അടയാളങ്ങളിലൊന്ന് വി വിൽ ബി സാങ്ക്ടിഫൈഡ് എന്നുള്ളതാണ്. ഓക്കെ, അത് എന്തുമാത്രം എന്നുള്ളത് നമ്മുടെ ആയുഷ്കാലത്തെ അനുസരിച്ചും ദൈവത്തിന്റെ പദ്ധതികൾ അനുസരിച്ചും ഇരിക്കുമെങ്കിലും എവറി ബിലീവർ ഈസ് സാങ്ക്ടിഫൈഡ്. വിശുദ്ധമല്ലാത്ത ഒന്നും കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്റ്റ് ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. അത് പൊസിഷണൽ മാത്രമല്ല, ഫങ്ഷണലിയും നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് തീർച്ചയായിട്ടും നടക്കും. ഒരു വീണ്ടും ജനിച്ച ഒരാൾ വിൽ ഷുവർലി ഹാവ് ഓൾ ദീസ് കപ്സ് ഫുൾ: ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. ഇതിനകത്ത് നടുക്കത്തെ കപ്പ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ദുരുപദേശം. ഓക്കെ, ഏത് കപ്പ് എടുത്ത് മാറ്റിയാലും ദുരുപദേശം. സോ പത്യോപദേശത്തിനകത്ത് ഒരു വ്യവസ്ഥയുണ്ട്. നമ്മൾ വീണ്ടും ജനിച്ചവരാണോ, വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആർ യു ഇൻ ഫെയ്ത്ത് സ്റ്റിൽ? ഓക്കെ, ഓർ ഡു യു നീഡ് ദ ലോ അഗെയിൻ ടു ബി റൈച്ചസ്? നിങ്ങൾ പുതിയ ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും നിങ്ങളെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ ആവശ്യമായിട്ട് വരും. അതേസമയം നിങ്ങൾ വീണ്ടും ജനിച്ച് ക്രിസ്തുവാണ് നിങ്ങളിൽ വസിക്കുന്നതെങ്കിൽ അവൻ ന്യായപ്രമാണത്തിനും കർത്താവാണ്. ന്യായപ്രമാണത്തിനും കർത്താവായതുകൊണ്ട് അവൻ ന്യായപ്രമാണത്തിന് അതീതമായ ഉന്നതമായ പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്ന ഉന്നതമായ നീതിയിലേക്കാണ് കർത്താവ് അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആ ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ വി ആർ ബിയോണ്ട് ദ ലോ. വി ആർ ബിയോണ്ട് ദ ലോ, വി ആർ ഇൻ ക്രൈസ്റ്റ്. എന്നാൽ നമ്മൾ വിശ്വാസത്തിലല്ല ജീവിക്കുമ്പോൾ വി ആർ അണ്ടർ ദ യോക്ക് ഓഫ് ലോ. ഇപ്പൊ ഞാൻ വിശ്വാസം ഇല്ലാതാണ് ഇന്ന് ജീവിക്കുന്നതെങ്കിൽ ഐ ആം അണ്ടർ ലോ. കാരണം എന്താണ്? ഞാൻ ഇന്ന് വിശ്വാസം ഇല്ലാതെ സമ്പത്ത് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ ആരുടെയും ഡ്യൂ ആയിട്ടുള്ള പണം ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ പാവമാണ് ഓർമ്മ, എന്തെങ്കിലും ഒരു പാവം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഐ അഗെയിൻ സബ്മിറ്റ് മൈസെൽഫ് ടു ദ യോക്ക് ഓഫ് വാട്ട്? യോക്ക് ഓഫ് ലോ. യു ഷാൽ നോട്ട് ഡു ഇറ്റ്. But if you are exercising faith, you are no longer under the law, but under grace. അപ്പോൾ വിശ്വാസം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. കാരണം ക്രിസ്തുവിലുള്ളവൻ ന്യായപ്രമാണം എന്ന നിയമത്തിനും പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജഡത്തിനും അതീതമായി സ്വർഗീയമായ ഒന്നിനെ ധരിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ജ്ഞാനത്താൽ അവൻ സമ്പുഷ്ടനാക്കപ്പെടുന്നു. അവന്റെ ഉള്ളിൽ സ്നേഹമെന്ന വിത്ത് വിതയ്ക്കപ്പെടുന്നു. അത് വളർന്നു ഫലം കായ്ച്ച് അനുസരണത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും ഒരു മനുഷ്യനെ നടത്തുന്നു. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തന്നെ സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മുടെ രക്ഷ ദൈവം സ്ഥിരമാക്കിയിരിക്കുന്നു. വാഗ്ദത്തങ്ങളെ നിശ്ചയമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയെ വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ പുത്രനെ ഞാൻ അയച്ചു. അങ്ങയുടെ പുത്രൻ ദൈവമേ, ദൈവം ആരെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവ് വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ വേണ്ടി കർത്താവ് ഞങ്ങളിൽ വസിച്ചു, ഞങ്ങളുടെ ജീവനായി മാറി. കർത്താവ് ഞങ്ങളുടെ നിയമത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷിച്ചു. കർത്താവ് അങ്ങയുടെ സ്വഭാവം ഞങ്ങളിലേക്ക് പകർന്നു തന്ന് ഞങ്ങളെ നിയമത്തിൽ നിന്ന് രക്ഷിച്ച അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ആ ചീട്ട് അവിടുന്ന് കീറിക്കളഞ്ഞതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സ്വഭാവം തന്നുകൊണ്ടാണല്ലോ അങ്ങ് ഞങ്ങളെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. ന്യായപ്രമാണ സംബന്ധമായി മരിച്ച ഞാൻ അങ്ങേക്കായി ജീവിക്കുന്നതിന് വേണ്ടി അങ്ങ് എന്നെ വേർപെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സ്വഭാവം തരുവാൻ അങ്ങയുടെ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.